ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നൊരു ചിക്കൻ റൈസ് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമ്മൾ ഒരു ബിരിയാണി പോട്ടിലേക്ക് ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും ഉള്ളി അരിഞ്ഞതുമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് സ്വാട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സോട്ട് ചെയ്യുക മീൻസ് വാടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ക്രഞ്ചിനെസ് അതേപോലെ വേണം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതിലേക്ക് നമ്മളൊരു മാഗി ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുരുമുളക്, നല്ല പച്ചക്കുരുമുളകല്ല, ഉണങ്ങിയ കുരുമുളക് പൊടിക്കാതെ ഒന്നായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മല്ലിച്ചപ്പ്, പുതിന എല്ലാം ചേർക്കുന്നുണ്ട്. ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. കുറച്ച് മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ, 1 ടീസ്പൂൺ. പിന്നെ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിരുന്നു. ആ ചിക്കൻ നമ്മൾ ഈ എണ്ണയിലേക്ക്, അതായത് ഈ ഓയിലിൽ ഒന്ന് വെച്ചിട്ട് 2 സൈഡും തിരിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാം ഒന്ന് അടുക്കി പരത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക, 2 സൈഡും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡും കുക്കായതിനു ശേഷം നമ്മൾ അതിൻ്റെ മേലെ ചെറുതായിട്ടൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാർക്കോളൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വാരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്മോക്ക് വരും. അത് നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ ആ സ്മോക്ക് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും ചിക്കനിൽ. നമ്മളിതിലേക്കുള്ള റൈസ് ഓൾറെഡി സ്പൈസസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിരുന്നു ഒരു 3/4 വേവിൽ. ആ 3/4 വേവായിട്ടുള്ള അരി നമ്മൾ ഈ ചിക്കൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇടയിൽ കുറച്ച് മല്ലിയില സ്പ്രെഡ് ചെയ്യാം. ഈ റൈസ് ഇട്ടതിൻ്റെ മേലെ നമ്മളിതിന്ന് ആദ്യം കുറച്ച് എണ്ണ മാറ്റി വെച്ചിരുന്നു. അത് ചിക്കൻ ഇടുന്നതിന് മുന്നേ ആ ഓയിലാണ് നമ്മളിതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റെഡ് ഫുഡ് കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൈസിന് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞങ്ങൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ, അധികമൊന്നും ചേർത്തിട്ടില്ല. അതിലേക്ക് നമ്മൾ ഈ സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കനലിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഈ റൈസിൻ്റെ മേലെ വെച്ചിട്ട് ദം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ നമ്മൾ ഈ സ്മോക്ക് പുറത്ത് പോകാൻ സമ്മതിക്കാതെ അപ്പം തന്നെ അടച്ച് വെക്കണേ. പിന്നെ ഗ്രീൻ ചില്ലീസ്, ഹോൾ ഗ്രീൻ ചില്ലീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കട്ട് ചെയ്യൊന്നും വേണ്ട, മുഴുവനായിട്ട് തന്നെ നമ്മൾ അതിൽ അവിടെ ഇവിടെ കുത്തി കൊടുക്കുക ചെയ്യുന്നത്. കുറച്ച് നേരം ദമ്മിലിട്ടതിന് ശേഷം നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സ്മോക്കി ഫ്ലേവറുള്ള ഒരു റൈസായിരിക്കും. ഈ മോഡലിലാണെങ്കിൽ നമ്മൾ മന്തി വയ്ക്കുക, പക്ഷേ ഇത് മന്തി റൈസ് അല്ല നമ്മൾ, കാരണം ഇതിൽ മല്ലിയൊന്നും ഇട്ടിട്ടില്ല. മല്ലിയൊക്കെ ഇട്ട് ഒന്നുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മന്തി റൈസ് പോലെയാവും. ഇത് ജസ്റ്റ് നമ്മളൊരു സ്മോക്ക്ഡ് ചിക്കൻ റൈസ്